ഗൈസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കി നോക്കിയാൽ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഉള്ളി, അതുപോലെ പിന്നെ ഒരു ക്യാപ്സിക്കോ, പിന്നെ ഓണിയൻ ലീഫ്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിനോടൊപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവർ, ചിക്കൻ മസാല, അതുപോലെ കുറച്ച് ഷവർമ മസാല, ഒരു എഗ്ഗ്, കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോ കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കാൻ വേണം. അതിനിടയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഉള്ളി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വാടിയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അതുപോലെ ക്യാപ്സിക്കോ വഴറ്റാം. ഞാനൊരു അല്പം എന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് ക്യാരറ്റ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് സോയാ സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ ഗ്രീൻ ചില്ലി സോസാണ് കേട്ടോ. ഇത് മൂന്നും ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് ചേർത്ത് അല്പം വെള്ളം ചേർത്ത് നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ച് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ സോസ് കുറച്ചുകൂടി അല്പം കൂട്ടി ഒഴിച്ച് വെള്ളം അല്പം കൂട്ടാം. ഞാനിവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ. അധികം ഗ്രേവി ഇല്ലാത്ത സംഭവം ആയതുകൊണ്ട് തന്നെ കുറച്ച് ചേർക്കുന്നേ ഉള്ളൂ. കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർ അതിനനുസരിച്ച് സോസിൻ്റെ അളവ് കൂട്ടാം, വെള്ളം അല്പം കൂട്ടാം കേട്ടോ. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് പൊരിച്ചെടുത്ത ശേഷം നമ്മൾ ഈ ആക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ പൊരിച്ചെടുത്തിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സംഭവം റെഡിയായി. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ടും, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ എപ്പോഴെങ്കിലും കഴിക്കണം, റെസ്റ്റോറൻറ്റിലൊക്കെ പോയി തന്നെ കഴിക്കാം, നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാമല്ലോ. അങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ. ഓക്കെ, ബൈ, താങ്ക് യു.